ഗുഡ് മോർണിംഗ് അച്ചു മാം. ഇന്ന് രാവിലെ കണ്ടത് ഉറങ്ങി നീച്ചു നന്നായിരുന്നോ? ഇനി ഒരു കാപ്പി കണ്ടു പൊട്ടയാവാ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ മാൻഷനുള്ളിൽ നിന്ന് കണ്ടു. ഇപ്പോഴത്തെ പുറത്തുനിന്നുള്ള ലുക്ക് നല്ല ഹ്യൂജ് പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം 22 പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണത്. രാത്രി കടന്നുറങ്ങി. ഇത് പല റൂംസിലായിട്ട് എല്ലാവരും പല ടൈമിങ്ങിലാണ് നീച്ചത്. എന്നിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിൽ. നല്ല ഹീറ്റഡ് ആയ വാം വാട്ടർ. എന്ത് രസമായിരുന്നു അറിയോ? ദിസ് വാസ് ദ ബെസ്റ്റ്. ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ചെക്ക് ലിസ്റ്റ് പോലെ സ്ഥലങ്ങൾ കാണുന്നേക്കാൾ എനിക്കിഷ്ടം നമ്മൾ താമസിക്കുന്ന സ്റ്റേയിൽ നന്നായി റിലാക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ റിയലി ലവ് ഇറ്റ്. സോ ദിസ് വാസ് വൺ സച്ച് ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ശിവനെ ഇപ്പോൾ എടുത്ത് പിടിച്ചിരിക്കുന്നത് മാംസിയാണ് കേട്ടോ. മാംസിയും ശിവും ആർ ലൈക്ക് 2 body 1 soul. They are the bestest buddies. സ്വിമ്മിംഗ് പൂളിൽ കിടക്കാച്ചി ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും പുറത്ത് വന്നു. കിഡ്സിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി. നമ്മളും കുളിച്ച് റെഡിയായി സെറ്റായി. ഇനി നമുക്ക് കിച്ചണിൽ പോകാം. കിഡ്സിന് ഫുഡ് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇപ്പം തന്നാൽ ഞാൻ വയലങ്ങ. എൻ്റെ ഇന്ത്യൻ ഇടാൻ തോന്നുന്നു. ഇന്ത്യൻ ഇല്ല, അപ്പം ഞാൻ പൊട്ട് വെച്ച് ഇന്ത്യൻ ആയതാ. ഇന്ത്യൻ ആവാൻ തോന്നി. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയില്ലേ, ഇന്നേ വരെ ഇവിടെ ഒരാളോടും പറയേണ്ടി വന്നിട്ടില്ല ഇത് ചെയ്യുക അത് ചെയ്യുക. എല്ലാവരും കണ്ടറിഞ്ഞ് ഓരോരുത്തരുടെ മനസ്സിന് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കൂട്ടം ആൾക്കാർ കുക്ക് ചെയ്യുന്നു, ഞാനും ഇവിടെ ഒരുങ്ങുന്നു. എന്നിട്ട് വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ബേസിക്കലി പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി. അമ്മൂനെയും സരിയുടെയും കേളി ഹെയർ കൊതിച്ച് ഞാൻ അമ്മൂനോട് എനിക്ക് CGM ട്രൈ ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് എല്ലാവരെയും നിർബന്ധിച്ച് നമ്മൾ ഇതേ ഫൈനലി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. പക്ഷെ ഇവിടെ ഒരു മടിച്ചുണ്ട്. അവൾ ഇവിടെ നിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോയതായിരിക്കും. എന്റെ മണിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ബിരിയാണി ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അടുത്ത വരണ്ടാത്ത ആഗ്രഹമില്ലാതെ വരുന്ന അടുത്ത ആള്. വണ്ടി പോയി പ്രതു കരയാണെങ്കിൽ ഇത് വരണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേ തന്നെ നല്ല അടിപൊളി റിലാക്സിങ് ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ക്രിസ്മസ് മാർക്കറ്റ് വരണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് പോകണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിച്ച ഈ ഒരു മാൻഷൻ്റെ അടുത്ത് ഭയങ്കര വലിയ ക്രിസ്മസ് മാർക്കറ്റ്സ് ഒന്നുമില്ല. 1 മണിക്കൂർ യാത്ര ചെയ്ത് പോയാൽ ഒരു ബേസിക്കലി ഗുഡ് സൈസ് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് പേർക്ക് ഇതൊരു ട്രഡീഷണൽ നൊസ്റ്റാൾജി ആയിട്ട് പോകണമായിരുന്നു. കുറച്ച് പേർക്ക് മടി പിടിച്ച് വരണ്ടായിരുന്നു. മടിയല്ല അവർക്ക്, ബേസിക്കലി ദ വെരി കംഫർട്ടബിൾ അറ്റ് ഹോം. സോ ദേ ഡിഡ്ന്റ് വാണ്ട് ടു സ്റ്റെപ്പ് ഔട്ട് ഇൻ ദിസ് റെയിനി ഡ്രിസി വെതർ. അപ്പം നമ്മൾ കുറച്ച് പേര് വന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്രിസ്മസ് മാർക്കറ്റ് ഹ്യൂജ് അല്ലെങ്കിൽ കൂടി ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് വാസ് എ കോസി ക്രിസ്മസ് മാർക്കറ്റ്. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല രസമുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ നല്ല കുട്ടി പക്ഷെ ഭയങ്കര ക്രിസ്മസ്. എനിക്കിഷ്ടായില്ല. എനിക്കിഷ്ടായി. അമ്മൂന് ഇഷ്ടായിട്ടില്ല. ഇതുപോലെ ഇത് ബോറാണെന്ന് നോക്കി കുളിച്ച് രജിനോട് പറയണേ, ദിവത് ശരിക്കും നിന്നെ മുടി നനഞ്ഞാണോ, എനിക്ക് നിന്നെ കണ്ട് തണുക്കണോന്ന്. ഇതെന്താ അങ്ങനത്തെ കുറെ നേരം ഞാൻ വിചാരിച്ചായിരുന്നു. എന്റെ മാത്രമാണ് അങ്ങനെയായ മുത്ത്. നിന്റെ കുറച്ച് വേവി ആയിട്ട് ഇങ്ങനെ ബൗൺസി കിടക്കണ്ടല്ലോ. കൊതിച്ച് ചെയ്തതാണെങ്കിലും എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇസ് നോട്ട് കേളി. അപ്പോൾ എന്ത് ചെയ്താലും ഭയങ്കര കേളി ബൗൺസി ആവില്ല. പിന്നെ അമ്മ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ ഒരിക്കൽ കൂടി CGM ട്രൈ ചെയ്തിട്ട് ബൗൺസി ആര് കിട്ടുമെന്ന് നോക്കാം. ഇപ്പം എന്തായാലും തൽക്കാലം ഈ ലുക്ക് വെച്ച് വെറ്റ് ലുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നോട്ട് ദ നൈസസ്റ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലേ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് എൻജോയ് ചെയ്യുക. എസ്പെഷ്യലി പറഞ്ഞാൽ ആ വിൻ്റർ വൈബ്, ആ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ കുറേ ഫുഡ്, പിന്നെ ഗ്ലൂ വൈന്, പിന്നെ കുറേ ഷോപ്സ്. അതായത് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈൻ ചെയ്ത് തരുന്ന ഒരു കടയാണ്. പിന്നെ ആക്സസറീസിന് അങ്ങനെ പല കടകളുണ്ടായിരുന്നു. ഇതൊരു ബ്രൗണിയുടെ കടയാണ്. ആകെ മൊത്തം എന്ന് പറഞ്ഞാൽ കോസി ക്യൂട്ട് മാർക്കറ്റ് വിത്ത് എവറിത്തിങ് ഇൻ. ഐ റിയലി എൻജോയ്.
ക്രിസ്മസ് മാർക്കറ്റിൽ കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരു ബാച്ച് ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ചു പോയി. നമ്മൾ കുറച്ച് പേര് വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം ദിവ്യം വണ്ടി ചാർജ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മുവും മാംസും പ്രതുവും ഹൈദുവും നമ്മളെല്ലാവരും കൂടി അടുത്തുള്ള ഒരു സ്ട്രീറ്റിൽ ഒരു കിഡ്ലൻ റെസ്റ്റോറൻറ്റ് പോയിരുന്ന് കുറച്ച് നല്ല ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ദിവ്യം വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് പോന്നു കേട്ടോ. പോന്നു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എന്താ മോനെ, കിടിലം ബിരിയാണി വാസ് റെഡി. മൈ ഗോഡ്, Yummylicious it was. ശ്രീകുട്ടന്റെ ബിരിയാണി, ശ്രീകുട്ടൻ സ്പെഷ്യൽ ബിരിയാണി. എന്റെ ബിരിയാണി അല്ല, ചേച്ചിയുടെ ബിരിയാണി. അല്ല, അന്നയുടെ ബിരിയാണിയാണോ പുലിന്റെ? ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ഈ ചേച്ചിയുടെ ബിരിയാണിയാണോ? ഈ ചേച്ചിയുടെ ബിരിയാണിയാണോ? കൈപുണ്യം. ചില ആൾക്കാർ ഫുഡ് തൊട്ടാൽ തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആയി മാറും ആ ഫുഡ്. അങ്ങനത്തെ ഒരാളാണ് ചേച്ചി. കൈപുണ്യം മീൻസ് അപാരം. കഞ്ഞി ഉണ്ടാക്കിയ പോലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ചേച്ചി ഭയങ്കര മോഡസ്റ്റായി ബിഹേവ് ചെയ്യണോണ്ട് ഞങ്ങൾ ചേച്ചിനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കോട്ടെ. കുറെ അരിയുണ്ട്, അതില് 3 എണ്ണം വെന്തിട്ടില്ലേ. ഭയങ്കര ബുദ്ധിമുട്ടോ എനിക്കത്. അത് ആരെങ്കിലും കെട്ടി അവരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര കഷ്ടമാണ് ചേച്ചിക്ക്. അല്ല എന്താ അല്ലേ ചേച്ചി, പിന്നെ മുട്ടയുടെ തൊലി നല്ല തൊണ്ട ചേച്ചിക്ക് ഭയങ്കര വിഷമം. അയ്യോ കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, മാക്സിമം ശ്രമിക്കാം. ചേച്ചീനെ കളിയാക്കി ബോധിച്ച സ്ഥിതിക്ക് ഇനി കുറച്ചു നേരം റെസ്റ്റ് ആവാം. ക്രിസ്മസ് മാർക്കറ്റിൽ പോയി വന്നിട്ടേ. സീരിയസ്ലി ഈ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈശയാണ്. ഈശ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈശ സുമി ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഈശ ശരിക്കൊരു ബിരിയാണി ലവർ അല്ല. ഷി ഡസൻ ലൈക്ക് ബിരിയാണി. ബട്ട് അന്ന് അവൾ was so much praising ബിരിയാണി. ഷി ലവ്ഡ് ഇറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്ക് പോലും ഇഷ്ടമായി ആ ബിരിയാണി. അപ്പോൾ ആ ബിരിയാണി എന്തൊരു ടേസ്റ്റി ആയിരിക്കും. കുറച്ച് പേര് കഴിക്കുന്നു, കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നു, കുറച്ച് പേര് ചില്ലടിക്കുന്നു. ആകെ മൊത്തം നല്ലൊരു രസം, റിലാക്സ്ഡ് വൈബാണ്. ദിവിൻ ആക്ച്വലി ഈസ് എ ട്രെയിൻഡ് ഹിപ്പ് ഹോപ്പ് ഡാൻസർ. പണ്ടൊക്കെ ദിവിൻ ഞാൻ കല്യാണം കഴിച്ച കാലത്ത് ഭയങ്കര ഡാൻസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഹി ഹാസ് ടേക്കൺ എ ബാക്ക് സീറ്റ്. ഇപ്പോൾ ഡാൻസ് കളിക്കാറില്ല അങ്ങനെ. അപ്പോൾ ദിവിൻ അറിയാതെ ഞാൻ ഈ ഒരു സീൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ. അത് മിനി ജൂനിയർ ദിവിൻ, ഓൾസോ ഡാൻസ് ലവർ. രണ്ടുപേരും ഡാൻസ് കളിച്ച് തകർക്കെ ആയിരുന്നു. ആൻഡ് യു ഗൈസ് നോ ദാറ്റ് ഐ ലവ് ഡാൻസിങ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡൊക്കെ ടേബിളിൽ സെറ്റായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലവും നമ്മൾ ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റ് ബുക്ക് ചെയ്ത് പുറത്തുനിന്ന് എവിടെയെങ്കിലാണ് കേട്ടോ ഒരുമിച്ച് ഡിന്നറിന് പോയിട്ട് കഴിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ സ്റ്റേ കിടിലനായിട്ട് നമ്മൾ വിചാരിച്ചു വീട്ടിൽ തന്നെ നല്ല വൈബിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാമല്ലോ. നല്ല രസമായിരുന്നു ഈ ഒരു ബിരിയാണി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ക്രിസ്മസ് ഡിന്നർ പോലത്തെ ഒക്കെ ഒരു വൈബില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്. പലപ്പോഴും യൂട്യൂബിൽ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഈ വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാറ്. ഞാൻ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും കൂടിയാണ് ഈ വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓ മൈ ഗോഡ്, നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആഞ്ഞ് ക്ലീനിങ് ആണ്, കാരണം നാളെ 11 o'clock നമ്മൾ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ടീം കിച്ചൺ ക്ലീനിങ്ങിന് ആഞ്ഞ് പ്രവർത്തിക്കുന്നു. വേറെ കുറേ ടീംസ് കിഡ്സ് റൂം ക്ലീൻ ചെയ്യുന്നു. നമ്മുടെ പ്ലേ ഏരിയ നിങ്ങൾ നല്ല കണ്ടിട്ടുണ്ടാവും വ്ളോഗിൽ. ഭയങ്കര ഹ്യൂജായ മാൻഷനായിട്ട് കുറേ റൂംസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്തു, കിഡ്സിനെ ഇൻവോൾവ് ചെയ്തു. കാരണം അവരും കൂടി കളിച്ചാണല്ലോ, മേക്കിംഗ് ദം റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഫോർ ഫ്യൂച്ചർ. രാത്രി തന്നെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റായി കടന്നുറങ്ങിയാൽ രാവിലെ പിന്നെ അത്ര പണിയില്ല. നമുക്ക് നേരെ ലഗേജ് എടുക്കുക, പോവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കങ്ങളാണിത് കേട്ടോ. ഞാൻ വ്ളോഗിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മളോട് ആരും ഇന്നത് ചെയ്യൂ ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യണമെന്ന് പറയല്ല കേട്ടോ. നമ്മളെല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കി എല്ലാവരും കൂടി മനസ്സിലാക്കിയിട്ട് ഒരു ഫാമിലി പോലെ അറിഞ്ഞ് ചെയ്യണ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ദാറ്റ് മേക്സ് എ വെക്കേഷൻ റിലാക്സിങ്, റൈറ്റ്സ്. എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് സെൽഫായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫൈനലി ക്ലീനിങ് ഫിനിഷ് ചെയ്തു. നിങ്ങൾ ഈ ടോയ് റൂം നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇറ്റ് വാസ് എ മെസ്. നൗ ഇറ്റ് ലുക്സ് ലൈക്ക് നോർമൽ, ലൈക്ക് ഹൗ വി ഗോട്ട് ഇറ്റ്. ഇവിടുത്തെ റൂൾ അനുസരിച്ച് എങ്ങനെ കിട്ടിയോ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഫൈനാണ് മക്കളെ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡംഷാരത്സ് കളിക്കാൻ കേട്ടോ. 3 മിനിറ്റ് താഴെ പറന്ന് നടന്ന് പറഞ്ഞ പോലല്ലേ. കിഷ്കിന്ത കണ്ട
അപ്പം നമ്മൾ ഏകദേശം രാത്രി 2-3 മണി വരെ കളിച്ചു കിട്ടും. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായി ഇപ്പോൾ കടന്നുറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവരും ഫൈനലി കടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നീച്ചു. ഇന്ന് നമ്മുടെ ഹോളിഡേയുടെ എൻഡ് ഡേ ആണ്. നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇറ്റ് വാസ് റിയലി ഈസി. ലഗേജ് എടുക്കുക, ഇറങ്ങുക. സനി കരയരുത് മുത്തോട്ടോ. ചേച്ചി ഹോളിഡേ കഴിഞ്ഞ് തിരിച്ചു പോണെ കുറിച്ച് എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഹോളിഡേ ഉണ്ടാവണേ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ NL ഫാമിലി എപ്പോഴും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറിനൊക്കെ നമുക്ക് കൂടാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്താലോ? ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. Ciao ciao from Ti amo.